നമസ്കാരം ഗൈസ്. ഡേ 16 ഓഫ് നമ്മുടെ ട്രേഡിംഗ് ചാലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും രാവിലത്തെ വീഡിയോസ് മാത്രം കാണിച്ച് ബോറടിച്ച സ്ഥിതിക്ക് ഞാൻ നൈസായിട്ട് നേരെ നമ്മുടെ മെയിൻ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും പാലും അതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിച്ച് ആ ഓർലിക്സ് ഇട്ട് പാല് കുടിച്ച് നേരെ നമ്മുടെ റൂമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓഫീസിൽ പോകണില്ലേന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ സൂമിൻ്റെ ലൈവ് സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. സോ എനിക്കും ഇനി വീട്ടിലിരുന്നിട്ട് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ലൈവ് സെക്ഷനൊക്കെ എടുത്ത് ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ലൈൻസും അതിൻ്റെ പ്രീമിയം ഒക്കെ ആഡ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ എടുത്ത് ചാടി ഞാനൊരു ട്രേഡ് അങ്ങോട്ട് എടുത്തു. ഇപ്പോൾ നിഫ്റ്റീൻ്റെ ലോഡ് സൈസ് കൂട്ടും എന്ന ഉറപ്പുള്ള കാരണം ഞാൻ ഇപ്പോൾ 3 ലോട്ടാണ് എല്ലാ പർച്ചേസ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതൊരു എടുത്ത് ചാട്ടം ഗംഭീര ചാട്ടമായിട്ട് എനിക്ക് പിന്നീട് ഫീലായി. ആശാൻ എൻ്റെ അടുത്ത് അത് എടുക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ അത് ബൈ ആയതാണ് ഏറ്റവും വലിയ വിഷയമായത്. പക്ഷേ SL ഇട്ട് ഇറങ്ങാൻ എൻ്റെ മൈൻഡ് സമ്മതിച്ചില്ല. ഇത് ഏറ്റവും വലിയൊരു പരാജയമാണ്. അത് ഞാൻ തന്നെ സമ്മതിക്കുന്നു. കാരണം ഇത്രയും വലിയ ലോസ് എനിക്ക് വരാൻ സാധ്യത ഒട്ടും ഉണ്ടായിരുന്നില്ല. മാക്സിമം 2000 സംതിങ് ആയിരുന്നു ലോസ് വരാം. പക്ഷേ ഇതെൻ്റെ കൈ വിട്ട് പോകുന്ന ഉറപ്പായിരുന്നു എനിക്ക്. എന്നാലും ഞാൻ ചെറിയതായിട്ട് റിക്കവർ ചെയ്ത് ഒരു 1000-1500 ലോസിൽ ഇറങ്ങാം എന്ന് കരുതിയാണ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ എവിടെ നിന്നാണ് എൻട്രി എടുത്തതെന്ന്. ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു CPR ഉണ്ടായിരുന്നു. അത് ക്രോസ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മാക്ഡിയും സ്റ്റോക്കാസ്റ്റിക്കും നല്ല രീതിക്ക് താഴോട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് അത് ക്രോസ് ചെയ്തപ്പോൾ അത് ബൈ ചെയ്തു. പക്ഷേ എൻ്റെ ഭാഗ്യക്കേടോ എന്താണെന്നറിയില്ല, അത് നേരെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഓപ്പൺ ആയത് ഗ്യാപ്പ് അപ്പായിരുന്നു. അപ്പം തന്നെ ഒരുപാട് ലോസ് ഉണ്ടായിരുന്നു. എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒന്ന് താഴോട്ട് വന്നിട്ട് ഞാൻ മേടിച്ച റേഞ്ച് കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ ഇറങ്ങാമായിരുന്നു എന്ന്. പക്ഷേ ഇത് വലിയൊരു ലോസിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും മനസ്സിലായി, എനിക്കും മനസ്സിലായി. നമ്മുടെ ചാലഞ്ചിൽ എനിക്ക് ഏറ്റവും വലിയ ലോസായ 2953 ഇന്നത്തെ ലോസ്. അത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ നമ്മുടെ കല്ലേറ്റങ്ങര വിട്ടു. ഇന്ന് നമ്മുടെ പിള്ളേരുടെ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. KCYM നടത്തുന്നതാണ്. അങ്ങനെ അവരിറങ്ങി അവരെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ ചിയർ ബോയ് ആയിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഇന്നത്തെ കളിയും നമ്മൾ ഫസ്റ്റ് കളി ജയിച്ച് സെമിയിൽ പുറത്തായി ഗൈസ്. അങ്ങനെ വീട് തിരിച്ചെത്തി ഞാനൊരു 3:30 ആയപ്പോൾ അഭയനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്കൊന്ന് സൈക്ലിങ്ങിന് പോയാലോ, കുറേ നാളായില്ലേ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ആ പോവാലോ ചേട്ടാ. അങ്ങനെ ഞാനും അവനും കൂടി സൈക്കിൾ എടുത്തിട്ട് ഇന്ന് കുറച്ച് ദൂരം ചവിട്ടാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ CSR ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ കൂടപ്പുഴ, പിന്നെ ചാലക്കുടി ത്രൂ വീണ്ടും നമ്മുടെ സ്ഥലത്തേക്ക്. അറൗണ്ട് 25 കിലോമീറ്റർ ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം ലോങ് ചവിട്ടണ കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ മാസ്ക് ഇട്ട കാരണം അത് പുറത്തേക്ക് കാണില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള CSRൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കണ്ട കാഴ്ചയാണ്. എന്തായാലും ഈ എല്ലാവരും വരുന്ന വഴിയിലൊക്കെ ഈ പരിപാടിയൊക്കെ അതെന്തായാലും തെറ്റാണ്. കുറച്ച് മാറിയിട്ട് കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. വെല്ലോവാരൻ്റെ പറമ്പാണെങ്കിലും സ്ഥലമുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഇന്ന് കുറേ പേരുണ്ടായിരുന്നു. കുളിക്കാനും മീൻ പിടിക്കാനും ഫോട്ടോസ് എടുക്കാനും കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് CSR. ഈ CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിരപ്പള്ളിക്ക് പോണ വഴിയിലുള്ള ചെറിയൊരു ബണ്ടാണ്. പക്ഷെ നൈസാണ്. കുറേ പേര് ഇവിടെ വന്നിരിക്കാറും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വരാറുണ്ട്. അങ്ങ് ദൂരെ പാറയമേ എന്തോ കലാപരിപാടി നടക്കുന്നുണ്ട്. എന്തായിരിക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുറേ നാൾക്ക് ശേഷം ഈ ലോങ് സൈക്കിൾ ചെയ്യണ കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൻ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഭാഗ്യം, അല്ലെങ്കിൽ പെട്ടുപോയാനെ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ ഷൂസൊക്കെ ഊരിയിട്ടിട്ട് ഞാൻ നേരെ നമ്മുടെ ഈ CSRൻ്റെ ഡാമിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു. നല്ല രസമാണ് ഇതിൽ കൂടെ നടക്കുമ്പോൾ. ഇടയ്ക്ക് നമ്മൾ ഇതിൽ നടക്കുമ്പോൾ നമുക്ക് ഇതിലെ മീനൊക്കെ ചാടി പോകണമെന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ചില സമയത്തൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് മീനിൻ്റെ വല എറിയണതൊക്കെ കാണാൻ പറ്റാറുണ്ട്. ഇന്നങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒഴുക്ക് കൂടുതലായതുകൊണ്ടായിരിക്കും. ആ വഞ്ചി അങ്ങനെയൊക്കെ എടുക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ആ വിഷ്വൽസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ 1 ഈ സെക്കൻഡിലേക്ക്. അപ്പോൾ ഡെസ്റ്റിനേഷൻ 1 CSRന്ന് കൂടപ്പുഴയ്ക്ക് പിന്നെയും കുറച്ച് ദൂരമുണ്ട്. പക്ഷേ നല്ല അടിപൊളി റോഡായതുകൊണ്ട് നല്ല സുഖമാണ് സൈക്കിൾ ചെയ്യാൻ. ഇപ്പോൾ സൺലൈറ്റൊക്കെ പോയിട്ടുണ്ട്. നല്ല ഈവനിങ് ടൈം ആയതുകൊണ്ട് ഇപ്പോൾ സൈക്കിൾ ചെയ്യാൻ നല്ല സുഖമാണ്. അങ്ങനെ ഞങ്ങൾ നല്ല പടപടച്ചിട്ട് നമ്മുടെ കൂടപ്പുഴ എത്തി. വേലായുധേട്ടന് മരമൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു നാളികേരം കിട്ടി.
നാളികാരം ഓസിക്ക് കിട്ടുന്നത് നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഭയങ്കര കാര്യമാണല്ലോ. അങ്ങനെ നാളികാരം മിസ്സാക്കാണ്ട് അത് കയ്യിലേറ്റു വാങ്ങി ഞങ്ങൾ നമ്മുടെ കാറിലാണ് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നത്. ആ കാറിൻ്റെ ഡിക്കിയിലിട്ടു. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഭയങ്കര കുളിയും നീന്തലൊക്കെ. അപ്പോൾ ഫോൺ അവിടെ വെച്ചിട്ട് ടൈം ലാപ്സ് ഇട്ടിട്ട് കുറച്ച് പട്ടി ഷോക്കെ കാണിച്ച് ഞങ്ങൾ അവിടെ കയറി നിന്നു. 25 കിലോമീറ്റർ സൈക്കിൾ ഓട്ടിപ്പോൾ എൻ്റെ അവസ്ഥ ഏകദേശം അപ്പോൾ എല്ലാം പോച്ച്. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലെ കുഞ്ഞു വ്ളോഗ്സിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.